നമസ്തേ ബച്ചോ, പ്രിയപ്പെട്ട കുട്ടികളെ. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഖിഡ്കി, ആ പാഠഭാഗത്തിൽ നിന്നും വരുന്ന ഒരു മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സഹി ഉത്തർ ചുൻകർ ലിഖിയേം എന്നാണ്. അപ്പോൾ ബ്രാക്കറ്റിൽ ആൻസേഴ്സ് വന്നിട്ടുണ്ട്, തിരഞ്ഞെടുത്ത് എഴുതണം. വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഖിഡ്കി കിസ് വിധ കി രചന ഹെ? ഖിഡ്കി ഏത് വിധയാണെന്നാണ് ചോദിക്കുന്നത്. കഹാനി, ഉപന്യാസ്, ലഘുകഥ, നാടക് ഏതാണ് വരുന്നത്? അതെ, ലഘുകഥ അല്ലേ. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കിസ്കി രചന ഹെ എന്നാണ്. ഖിഡ്കി കിസ്കി രചന ഹെ എന്നുള്ളതാണ്. ഓപ്ഷൻസ് അഞ്ജു നിഗം, അമൃതലാൽ വേഗഡ്, സുരംഗമ യാദവ്, അഞ്ജു ഗർബന്ദ. ഏതാണ് ആൻസർ വരുന്നത്? അതെ, അഞ്ജു ഗർബന്ദയാണ് വരുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, യാത്ര ക പ്രാരംഭ് കഹാ സേ ഥ? യാത്രയുടെ തുടക്കം എവിടെ നിന്നായിരുന്നു? ഹുഷിയാർപൂർ, കൽക്കത്ത, ദില്ലി, ഗുജറാത്ത്. പാഠഭാഗത്തിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. എവിടെ നിന്നാണ് അവർ യാത്ര തിരിച്ചത്? ദില്ലിയാണ് കേട്ടോ. ഡൽഹി ഹുഷിയാർപൂറിലോട്ടാണ് അവർ പോകുന്നത് കല്യാണത്തിന്. നാലാമത്തെ ക്വസ്റ്റ്യൻ, പെഹലെ ബീവി ബച്ചെ യാത്രയ്ക്ക് സംബന്ധ് മേ ക്യാ പ്രകടിത് കിയ? ആദ്യം വൈഫും ഭാര്യയും മക്കളും അവർക്ക് എന്ത് മനോഭാവമാണ് യാത്ര തുടങ്ങുമ്പോൾ അവർക്ക് എന്താണ് ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. പ്യാർ, നാരാസ്, ഘൃണ, ദുഃഖ്, ഇതിലേത് മനോഭാവമാണ് അവർക്കുണ്ടായത്? അവർ പ്രകടിപ്പിച്ചത് ഏതാണ്? നാരാസ് അല്ലേ. ഉത്തരം ഏതാണ്? നാരാസ്. അടുത്തത്, ഷാൾ കി കീമത്തി കിത്തനി ഹെ? ഷാളിൻ്റെ വില എത്രയാണെന്നുള്ളതാണ്. അതായത് ഷാളിൻ്റെ ശരിക്കുമുള്ള വില എത്രയാണെന്നാണ്. 750, 250, 100, 2800 ആണ്. അപ്പം ആൻസർ ഏതാ വരുന്നത്? 2800 ആണ് അല്ലേ. 250 രൂപയാണ് ഷാളിൻ്റെ വില. അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ, പത്നീനെ കിത്തനി ഷാൾ ഖരീദലി? പത്നി വൈഫ് എത്ര ഷാളാണ് വാങ്ങിയത്? 1, 5, 8, 10. എത്രയാണ്? അതെ, 5 ആണ് അല്ലേ. അടുത്തത്, ഹുഷിയാർപൂർ സെ കിസ്ക ബുലാവ ആയാ ഥ? ഹുഷിയാർപൂരിൽ നിന്നും എന്തിൻ്റെ ക്ഷണമാണ് വന്നത്? പാർട്ടി, ഡാൻസ്, കാം, ഷാദി. ഏതാണ് ആൻസർ വരുന്നത്? അതെ, ഷാദിയാണ് ആൻസർ വരുന്നത്. അടുത്തത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൽക്കി ഹൽക്കി ക്യാ ദസ്തക് ദേനെ ലഗി ഥി? നേരിയതായിട്ട് തണുപ്പ് ഒക്കെ അനുഭവപ്പെട്ടു എന്ന് പറയുന്നത് എന്താണ്? സർദി, ഗർമി, ബാരിഷ്, ഹവ. ഏതാണ് ആൻസർ വരുന്നത്? സർദി. അടുത്തത് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, ഷർട്ട് 750 റുപ്യ നിക്കാൽക്കർ ദേ ദിയേ കോൺ? പെട്ടെന്ന് തന്നെ 750 രൂപ എടുത്തു കൊടുത്തു. ആരാണ്? പത്നി, പതി, ബച്ചെ, യുവതി. ആരാണ് എടുത്തു കൊടുത്തത്? പത്നിയാണോ, ബച്ചയാണോ, യുവതിയാണോ? അല്ല, പതിയാണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, കിസ്നെ ഖിഡ്കി വാലി സീറ്റ് ചപ്പടിലി? ആരാണ് ജനലിൻ്റെ അടുത്തുള്ള സീറ്റ് പെട്ടെന്ന് തന്നെ പിടിച്ചത്? ആരാണ്? പത്നി, പതി, യുവതി, ബച്ചെ. ആരാണ്? അതെ, ബച്ചയാണ് കേട്ടോ. അടുത്തത്, കിസിനെ കിസ്സേ കഹ? ആര് ആരോട് പറഞ്ഞു എന്നുള്ളതാണ്. ഫസ്റ്റ്, ദീദി ജമ്മു കി ഷാൾ ലേലോ ബഹുത്ത് ബഡിയാ ഹേ? ദീദി ജമ്മുവിൽ നിന്നുള്ള ഷാൾ വാങ്ങൂ, വളരെ നല്ല ഷാളാണെന്ന് പറഞ്ഞത് ആരാണ്? അതെ, യുവതി. യുവതീനെ പത്നി സേ കഹ. അടുത്തത്, ചൽ ന തേരി ന മേരി 150 പെർ പീസ്? അപ്പോൾ പറയാണ്, നിനക്കും അധികമില്ല എനിക്കും അധികമില്ല, 150-ന് ഒരു പീസിന് 150 രൂപ വെച്ച് തരുമെന്ന് പറഞ്ഞാരാണ്? പത്നിയാണ് അല്ലേ. അപ്പോൾ പത്നീനെ യുവതി സേ കഹ അങ്ങനെ എഴുതണം. അടുത്തത് മൂന്നാമത്തെ കാറ്റഗറിയാണ് സമാനാർത്ഥി ശബ്ദ കോഷ്ടക് സേ ചുൻകർ ലിഖിയേമാണ്. സമാനാർത്ഥി ശബ്ദിൻ്റെ ആൻസർ ബ്രാക്കറ്റിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതാനാണ്. അപ്പോൾ ബ്രാക്കറ്റിൽ വ്യാകുൽ, മഗ്ന, യാത്ര, ബദ്ലെ, നിമന്ത്രൺ, മെഹസൂസ് എന്നുണ്ട്. അപ്പോൾ ബജായ്ക്ക് പകരം എന്നാണ് മീനിങ് തന്നെ. ബജായ് എന്നതിൻ്റെ ആൻസർ ഏതാണ് വരുന്നത്? ബജായ്.
നമുക്കറിയാം ബദലയാണ് അല്ലേ. അടുത്തത് ബുലാവ. ബുലാവ എന്ന് പറഞ്ഞാൽ നിമന്ത്രൺ. ദസ്തക് എന്ന് പറഞ്ഞാൽ മെഹസൂസ്. പരേഷാൻ എന്ന് പറഞ്ഞാൽ വ്യാകുൽ. സഫർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും യാത്ര. മഷ്ഗൂൽ എന്ന് പറഞ്ഞാൽ മഗ്ന്. അപ്പോൾ ബജായ്, ബദലെ, ബുലാവ, നിമന്ത്രൺ, ദസ്തക്, മെഹസൂസ്, പരേഷാൻ, വ്യാകുൽ, സഫർ യാത്ര, മഷ്ഗൂൽ എന്താണ് മഗ്ന്. അടുത്തത് റെയിൽഗാഡി के अनुभव ने पति को अपने पिता की याद दिलाई उसकी डायरी लिखें എന്നുള്ളതാണ്. അല്ലെങ്കിൽ और क्वेश्चन ഉണ്ട് होशियारपुर यात्रा के अनुभव का आधार पर लेखक अपने मित्र के नाम पर പത്ര ലിഖ വഹ പത്ര തയ്യാർ കരേം. അതായത് റെയിൽഗാഡി ആ ട്രെയിനിലെ അനുഭവം വെച്ചിട്ട് പതി എന്താണ് പിതാവിൻ്റെ ഓർമ്മയൊക്കെ വരികയുണ്ടായി. അപ്പോൾ അന്നേ ദിവസം അദ്ദേഹത്തിൻ്റെ ഡയറി എഴുതാൻ, അല്ലെങ്കിൽ ഈ ഹോഷിയാർപൂർ യാത്രയുടെ അനുഭവം വെച്ചിട്ട് ലേഖകൻ്റെ ഫ്രണ്ടിനൊരു ലെറ്റർ എഴുതുന്നതാണ്. അപ്പോൾ ഡയറിയും ലെറ്ററും അപ്പോൾ രണ്ടും നമ്മൾ പാഠഭാഗം ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസൊക്കെ എടുക്കുന്ന സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഡയറിയൊക്കെ അതൊന്ന് നോട്ട് ചെയ്യുക കേട്ടോ. അടുത്തത് 4ാമത്തെ കാറ്റഗറിയാണ്. സോറി 4ാമത്തെ കാറ്റഗറിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അടുത്തത് ഇനി 5ാമത്തെ കാറ്റഗറി ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കാം. കഹാനിമേം ഖിഡ്കി കിസ്ക പ്രതീക് ഹേ. കഹാനിയിലെ ഖിഡ്കി എന്തിൻ്റെയൊക്കെ പ്രതീകങ്ങളാണ് എന്നാണ് പറയുന്നത്. നമ്മൾ ആക്ടിവിറ്റീസ് എടുത്തു പോയ സമയത്ത് പറഞ്ഞിരുന്നു. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. അടുത്തത് സഹി മിലാൻ കരയും എന്നുള്ളതാണ്. 5 എണ്ണം കൊണ്ട് തന്നിട്ടുണ്ട്. പത്നി, പതി, യുവതി, ബച്ചെ, ട്രെയിൻ. ഇതിനൊക്കെ നേരെ വരുന്നത് എന്താണ് അതിൻ്റെ ആൻസർ മാച്ച് ദി ഫോളോയിങ് ആണ്. ചേരുമ്പടി ചേർക്കാനാണ്. അപ്പം പത്നി ഷാൾ ബേച്ചിനെ ആയിത്തി. അപ്പോൾ പത്നിയാണോ ഷാൾ വിൽക്കാൻ വന്നത്? അല്ല, യുവതിയാണ് അല്ലേ. അപ്പോൾ യുവതി ഷാൾ ബേച്ചിനെ ആയിത്തി. അടുത്തത് ഖിഡ്കി വാലി സീറ്റ് പർ ബൈഠേ ഥേ. പതി ഖിഡ്കി വാലി സീറ്റ് പർ ബൈഠേ ഥേ. പതിയാണോ? അല്ല, ബച്ചെ ഖിഡ്കി വാലി സീറ്റ് പർ ബൈഠേ ഥേ. അടുത്തത് യുവതിയാണ് അല്ലേ. ഷാൾ ബേച്ചിനെ ആയിത്തി. അടുത്തത് ബച്ചെ എന്താണ്? ഖിഡ്കി വാൽ സീറ്റ് പർ ബൈഠേ ഥേ. അടുത്തത് ട്രെയിനാണ്. ട്രെയിൻ എന്താണ്? സഫർ കാ പ്രതീക് ഹേ. അപ്പോൾ പത്നി ഏതാണ് വരുന്നത്? മോള് തോൽക്കർ ഷാൾ ഖരീദത്താ ഹേ. അപ്പം പത്നി മോൾ തോൽക്കർ ഷാൾ ഖരീദത്താ ഹേ. പതി अपने पिता की याद करता है. युवती शाल बेचने आई थी. बच्चे खिड़की वाली सीट पर बैठे थे. ट्रेन सफर का प्रतीक है. അടുത്തത് 7ാമത്തെ കാറ്റഗറിയാണ്. നമൂനയ്ക്ക് അനുസർ വാക്യം നമുക്ക് ബദൽക്കർ ലിഖേ എന്നുള്ളതാണ്. ഷാദി കാ ബുലാവ ആയ. ഷാദി കാ ബുലാവ ആയ ഥ എന്നാണ്. അടുത്തത് പത്നി ബാത്തോമേ മഷ്ഗുൽ ഹോ ഗയി. പത്നി ബാത്തോമേ മഷ്ഗുൽ ഹോ ഗയി ഥീ എന്നാണ് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ വരിക? ലഡ്ക ബെഞ്ച് പർ ബൈഠ. അപ്പോൾ ആൻസർ എങ്ങനെ വരുന്നത്? ലഡ്ക ബെഞ്ച് പർ ബൈഠ ഥ എന്നാണ് വരുന്നത് അല്ലേ. അടുത്തത് മീനു ബാസാർ കി ഓർ ചലി എന്നാണ് വരുന്നത്. ആൻസർ എങ്ങനെ വരും? മീനു ബാസാർ കി ഓർ ചലി ഥി എന്നാണ് വരുന്നത്. അടുത്തത് ലാസ്റ്റ് കാറ്റഗറിയാണ്. സഹിയ ഗലത് ലിഖയാണ്. ട്രോർ ഫോഴ്സ് തെറ്റും ശരിയും എഴുതാനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പത്നീനെ ബിന മോള് ഭാവിക്കിയെ ഷാല് ഖരീദിലി. പത്നി എന്താണ്? ഒരു ബാർഗെയിനൊന്നും ചെയ്യാതെ ഷാള് വാങ്ങി എന്നുള്ളതാണ്. അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ? തെറ്റല്ലേ. പത്നീനെ ബിന അല്ല അല്ലേ. മോള് ഭാവിക്ക് കിയെ ഷാൾ ഖരീദി എന്നുള്ളതാകുമ്പോൾ സഹിയാവും. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? തെറ്റാണ് വരുന്നത്. ഗലത്താണ്. അടുത്ത് പതിക്കോ യുവതിക്ക് ആങ്കോമേ പിന്നെ പിതാക്കി ചലക്ക് ദിക്കി. ഭർത്താവിന് എന്താണ്? പതിക്ക് ആ യുവതിയുടെ കണ്ണുകളിൽ തൻ്റെ പിതാവിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും വിഷമമൊക്കെ മനസ്സിലായി. ശരിയാണ് അല്ലേ. അപ്പോൾ സഹി. അടുത്തത് ബച്ചേനെ കിഡ്കി വാലി സീറ്റ് നഹീലി. കുട്ടികൾ എന്താണ്? ജനലിൻ്റെ അവിടെയുള്ള അടുത്തുള്ള സീറ്റ് പിടിച്ചില്ല. തെറ്റല്ലേ. അവർ പിടിച്ചല്ലോ. അടുത്തത് യുവതീനെ ഷാൾ 100 रुपये में बेचने के लिए मान लिया. അതും തെറ്റല്ലേ. യുവതി 100 രൂപയ്ക്കാണോ ഷാള് കൊടുക്കാൻ എന്താണ് ഉദ്ദേശിച്ചത്? അല്ല അല്ലേ.
ആദ്യം 250 പറഞ്ഞത്, പിന്നീട് 150 വിറ്റത് അല്ലേ. അപ്പം അതും തെറ്റാണ്. അടുത്തത് കഹാനി കാ മുഖ്യ വിഷയ സഹാനുഭൂതി ഒരു സംഘർഷേ. കഹാനിയുടെ മുഖ്യ വിഷയം എന്ന് പറയുമ്പോൾ സഹാനുഭൂതിയും സംഘർഷമാണ് എന്നുള്ളതാണ്. അതെന്താണ്? സഹിയാണ് അല്ലേ. ഇത്രയും ക്വസ്റ്റ്യൻസ് ഈ രീതിയിലായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ ഈ പാഠഭാഗത്തിലെ ഈ ക്വസ്റ്റ്യൻസൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് നന്നായിട്ട് നോക്കി പോവുക. ധന്യവാദ്.